അങ്ങനെ ഇരുന്നപ്പോൾ ചടയമംഗലത്തുള്ള ജഡായിപ്പാറയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഫാമിലി ആയിട്ട് ഒരു പ്ലാൻ ഇട്ടു. അങ്ങനെ നമ്മുടെ കിളിമാനൂരുള്ള വഴിയോരക്കടയിൽ നിന്ന് നല്ല സൂപ്പർ ഒരു ഊണും കഴിച്ചിട്ട് നേരെ അവിടെ നിന്ന് ഇറങ്ങി നേരെ നമ്മുടെ ജഡായിപ്പാറയിലേക്ക് എത്തി. അമ്മ, കുഞ്ഞമ്മ, മാമൻ, മാമി, ചേട്ടൻ, മക്കൾ അങ്ങനെ എല്ലാവരും ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് ഫണ്ണ് തന്നെയായിരുന്നു. ഞാനും പൊന്നും പിന്നെ മിറേഴ്സ് ഒന്നും വിട്ട് കളയാതെ കുറെ ഫോട്ടോസ് ഒക്കെ എടുത്ത് നേരെ അകത്ത് കയറി. പെർ ഹെഡ് 500 സംതിങ് ആണ് ടിക്കറ്റിന്റെ ചാർജ് വരുന്നത്. അതിനുള്ളത് വേർത്താണോ എന്നുള്ളത് നിങ്ങൾ തന്നെ നോക്കിക്കോളൂ. ഇനി ഇത് ആ കാണുന്നതിലാണ് നമുക്ക് മുകളിലേക്കൊക്കെ പോകാനുള്ളത്. ഇത് കറങ്ങി അങ്ങനെ വരും. അതിനിടയിൽ ഒരു ക്യൂട്ട് കുട്ടീനെയും കണ്ടു. ഇതിലേക്ക് കയറുന്നത് കുറച്ച് ചടങ്ങായിരുന്നു. ആകെ ഒരു വെപ്രാളമായിരുന്നു. മുകളിലെത്തിയപ്പോൾ നല്ല കുറച്ച് വ്യൂ കണ്ടു. നല്ല രസമുണ്ടായിരുന്നു എന്തായാലും കാണാൻ. അങ്ങനെ നീണ്ട പടികൾക്ക് മേലെ നമ്മുടെ സംഭവ സ്ഥലത്തെത്തി. നല്ലൊരു സമാധാന അന്തരീക്ഷം. അധികം വെയിലില്ല. കുറച്ച് മുന്നിലേക്ക് പോയപ്പോൾ അവിടെ അമ്പലമൊക്കെ കണ്ടു. അങ്ങനെ അതൊക്കെ കറങ്ങി നടന്ന് കണ്ടപ്പോഴേക്കും കുറച്ച് കുരങ്ങന്മാരെ കൂടെ കണ്ടു. ആൻഡ് ഈ സ്ഥലത്ത് ഞാൻ കുറച്ചധികം നേരം നിന്നു. എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടിരുന്നു. കൂട്ടത്തിൽ ചിലർ ഇരുന്ന് വൈബടിക്കുന്നു, നടന്ന് വൈബടിക്കുന്നു, കറങ്ങി വൈബടിക്കുന്നു. പിന്നെ അവിടുത്തെ മെയിൻ ആളുടെ കാൽപാദമൊക്കെ പതിഞ്ഞ കല്ല് കണ്ടു. ഇത് വേറൊന്നുമല്ല, കിടക്കുന്ന ജഡായിയെ കണ്ടിട്ടുള്ള ജഡ്ജ്മെന്റ് ആണ്. അങ്ങനെ അത്യാവശ്യം കാറ്റൊക്കെ കൊണ്ട് നടന്ന് കുറച്ചധികം ഫോട്ടോസും എടുത്ത് നമ്മൾ വന്ന സ്ഥലത്ത് തന്നെ ജഡായി മ്യൂസിയത്ത് കുറച്ച് പണി നടക്കുന്നത് കൊണ്ട് തന്നെ അധികം അകത്തേക്ക് പോകാൻ പറ്റത്തില്ല. ഞാൻ അവിടെ നിന്നിട്ട് തന്നെ കുറച്ചൊന്ന് ഷൂട്ട് ചെയ്തിട്ട് അവിടെ നിന്ന് ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമ്മൾ തിരിച്ചു. അങ്ങനെ എന്തായാലും മുകളിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുള്ള താഴേക്കുള്ള വണ്ടി പിടിച്ചു. ഇതിൽ നിന്ന് ഇറങ്ങുന്നത് കുറച്ച് ടാസ്ക് ആയിരുന്നു. നമ്മൾ മുന്നോട്ട് നടന്നില്ലെങ്കിൽ വീഴാൻ പോകും. ആൻഡ് അവിടെ ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടെന്ന് കരുതിയില്ല. അത്യാവശ്യം കഴിക്കാനുള്ള സാധനങ്ങളും പ്ലേ സ്റ്റേഷനും 12ഡിയും പിന്നെ ഈ ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ നമുക്ക് കിട്ടിയിട്ടോ. ഇത് പിന്നെ ജീവിതം തന്നെ ക്രിക്കറ്റിന് വേണ്ടി മാറ്റിവെച്ച എന്റെ ചേട്ടനാണ്. അങ്ങനെ അറ്റ്ലാസ് എല്ലാം കഴിഞ്ഞ് നമ്മൾ ശുഭമായിട്ട് പുറത്തിറങ്ങി. ചിലപ്പോൾ കിട്ടൂല്ലെന്നൊന്നും അറിയത്തില്ല, എന്നാലും നോക്കിക്കോ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ ഒരു ഡേ തീരാണ്. ബൈ പറയ് ഗൈസ്. ബൈ.